നീ എവിടെയെല്ലാം മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടിട്ടുണ്ടോ അവിടെയെല്ലാം നീ ദൈവത്താൽ മാനിക്കപ്പെടും നിശ്ചയം. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നാം തള്ളപ്പെടലുകളും അപമാനങ്ങളും അനുഭവിക്കേണ്ടി വരാറുണ്ട് അല്ലേ? എന്നാൽ മനുഷ്യർ നമ്മെ ഉപേക്ഷിക്കുന്നിടത്ത് ദൈവം നമ്മെ ഉയർത്തും എന്നതാണ് ക്രൈസ്തവ ജീവിതത്തിൻ്റെ പ്രത്യാശ. നാം മറ്റുള്ളവരാൽ അവഗണിക്കപ്പെടുമ്പോൾ സങ്കടപ്പെടേണ്ടതില്ല. ബൈബിൾ പറയുന്നു, എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചാലും യഹോവ എന്നെ ചേർത്തുകൊള്ളും. സങ്കീർത്തനങ്ങൾ 27:10. മനുഷ്യർ നമ്മെ നിന്ദിക്കുന്നത് പലപ്പോഴും നമ്മുടെ കുറവുകൾ കണ്ടിട്ടാവാം. എന്നാൽ ദൈവം നമ്മെ മാനിക്കുന്നത് അവിടുത്തെ കൃപയാലാണ്. സ്വന്തം സഹോദരന്മാരാൽ വിൽക്കപ്പെടുകയും ചെയ്യാത്ത കുറ്റത്തിന് തടവറയിലും അടയ്ക്കപ്പെട്ട യോസഫ് ഏറെ നിന്ദിക്കപ്പെട്ടു. എന്നാൽ ദൈവം അവനോട് കൂടി ഉണ്ടായിരുന്നു. ഒടുവിൽ ഈജിപ്തിലെ രണ്ടാമത്തെ വലിയ ഭരണാധികാരിയായി അവൻ മാനിക്കപ്പെട്ടു. കൂട്ടുകാരും കുടുംബാംഗങ്ങളും ഇയ്യോബിനെ പരിഹസിക്കുകയും നിന്ദിക്കുകയും ചെയ്തു. എന്നാൽ അവസാനം ദൈവം ഇയ്യോബിനെ അവൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തി അവന് ഇരട്ടി പ്രതിഫലം നൽകി മാനിച്ചു. ഏറ്റവും വലിയ നിന്ദ സഹിച്ചത് നമ്മുടെ കർത്താവാണ്. അവിടുന്ന് പരിഹസിക്കപ്പെടുകയും ക്രൂശിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ ദൈവം അവനെ അത്യന്തം ഉയർത്തി സകല നാമത്തിലും മേലായ നാമം നൽകി മാനിച്ചു. മത്തായി 5:11 പറയുന്നു, എൻ്റെ നിമിത്തം മനുഷ്യർ നിങ്ങളെ നിന്ദിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെക്കൊണ്ട് എല്ലാ തിന്മയും ഭോഷ്കായി പറയിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ എന്ന്. അതുപോലെ അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല എന്ന് സങ്കീർത്തനങ്ങൾ 34:5 പറയുന്നു. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നിങ്ങൾ അപമാനങ്ങളിലൂടെയോ തള്ളപ്പെടലുകളിലൂടെയോ കടന്നു പോകുകയാണെങ്കിൽ ഓർക്കുക, നിങ്ങളുടെ ഉയർച്ചയുടെ സമയമടുത്തിരിക്കുന്നു. നിങ്ങൾ എവിടെയാണോ ലജ്ജിക്കപ്പെട്ടത് അവിടെ തന്നെ ദൈവം നിങ്ങളെ തല ഉയർത്തി നിൽക്കുവാൻ സഹായിക്കും. ഒരു നിമിഷം നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, തലകളെ വണങ്ങാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല ദൈവമേ, ഈ വചനങ്ങൾ കേട്ട ഓരോ മക്കൾക്കായും പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ട് മനസ്സ് തകർന്നിരിക്കുന്നവരെ ഇന്ന് നീ സ്പർശിക്കണമേ. നിന്റെ വചനം പറയുന്നത് പോലെ അവർ എവിടെയെല്ലാം ലജ്ജിക്കപ്പെട്ടിട്ടുണ്ടോ അവിടെയെല്ലാം നീ അവരെ മാനിക്കണമേ. നിന്റെ സമാധാനവും സന്തോഷവും കൊണ്ട് നീ അവരെ നിറയ്ക്കണമേ. സകല മാനവും മഹത്വവും നിനക്ക് മാത്രം സമർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ. ആമേൻ.